ഈ ഒരു സീസണിൽ ജേഴ്സി നമ്പർ 14 14 നമ്പർ ജേഴ്സിക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കാണ് പുതിയ ക്ലബ്ബുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ചില ക്ലബ്ബുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ചില ക്ലബ്ബുകൾ 14 നമ്പർ കൊടുത്ത പ്ലേയേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതൊക്കെ അവരെല്ലാവരും പുതിയ സൈനിങ്സാണ്. 3 പേരെയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കസ് റാഷ്ഫോർഡ് ആണ്. മാർക്കസ് റാഷ്ഫോർഡിന് ഞാൻ ആദ്യം വിചാരിച്ചത് ആ ഒരു ലമീൻ യമാലിൻ്റെ ആ ഒരു 19 നമ്പർ റാഷ്ഫോർഡിന് കൊടുക്കുമെന്നായിരുന്നു. അങ്ങനെയൊക്കെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അല്ല, അദ്ദേഹത്തിന് ആ ഒരു 14 നമ്പറാണ് ബാഴ്സലോണയിൽ മാർക്കസ് റാഷ്ഫോർഡിന് കൊടുത്തിട്ടുള്ളത്. മാർക്കസ് റാഷ്ഫോർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, അദ്ദേഹം ലോണിൽ ആസ്റ്റൺ വില്ലയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ലോണിൽ ബാഴ്സലോണയിലോട്ട് വന്നേക്കാണ് വിത്ത് ബൈയിങ് ഓപ്ഷൻ. ഓക്കെ, അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ വളരെ കീ റോള് തന്നെ ഉണ്ട്. അതായത് ദാറ്റ് മീൻസ് കീ റോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മേ ബി ഫസ്റ്റ് 11 ആ ഒരു ഇത് കൊടുത്തു എന്ന് വരില്ല. ഓക്കെ, ഫസ്റ്റ് 11 ചിലപ്പോൾ ചാൻസ് കൊടുത്തു എന്ന് വരില്ല. പക്ഷേ ഹാൻസി ഫ്ലിക്കിന് പ്രോപ്പർ ഒരു ലെഫ്റ്റ് വിങ് വേണമായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ റാഫീനൊക്കെ ആയിരുന്നു ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റാഫീനെ വളരെ കിടലായിട്ട് തന്നെ അത് ആ ഒരു അദ്ദേഹത്തിന് കൊടുത്ത ഒരു റോള് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് പ്രോപ്പർ ഒരു ലെഫ്റ്റ് വിങ് തന്നെ വേണമായിരുന്നു. പക്ഷേ ഹാൻസി ഫ്ലിക്ക് പിന്നെ അതിനെക്കുറിച്ചൊരു അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് റാഷ്ഫോർഡിന് കൊടുക്കാൻ പോകുന്ന റോളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, റാഷ്ഫോർഡ് ഫസ്റ്റ് ലെവലിൽ ചിലപ്പോൾ മേ ബി ഉണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ബായിരിക്കും. ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിരിക്കും മാർക്കസ് റാഷ്ഫോർഡ് എന്നുള്ള രീതിയിലാണ് ഹാൻസി ഫ്ലിക്ക് പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു ഡിസ്കഷൻസിൽ അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അതാണ് മാർക്കസ് റാഷ്ഫോർഡ്. നമുക്കറിയാം, അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്താ പറയുക ഒരു സീസണിൽ 30 ഗോളും 19 അസിസ്റ്റൊക്കെ എടുത്ത് പ്രൈം ടൈമിൽ നിൽക്കുന്ന ഒരു റാഷ്ഫോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ഫ്രീ കിക്കൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ PSG പരാജയപ്പെടുത്തിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് റാഷ്ഫോർഡ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുമായിരുന്നു. പിന്നെ എറിക് ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ ഒന്ന് ഫോം ഔട്ടായി അദ്ദേഹം. അതായത് കഴിഞ്ഞ സീസൺ അദ്ദേഹം 11 ഗോളും 8 അസിസ്റ്റൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ആസ്റ്റൺ വില്ലയ്ക്കും. അതിൻ്റെ മുമ്പത്തെ സീസൺ എറിക് ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ വളരെ മോശം സീസണാണ്. പക്ഷേ അതിൻ്റെ മുമ്പത്തെ സീസൺ പ്രൈം സീസണായിരുന്നു. 30 ഗോളും 19 അസിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റാഷ്ഫോർഡിൻ്റെ ആ ഒരു പ്രൈം ഇനി ഹാൻസി ഫ്ലിക്ക് ചിലപ്പോൾ മേ ബി കൊണ്ടുവന്നേക്കും. ഓക്കെ, പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഹാൻസി ഫ്ലിക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അതായത് ബാഴ്സലോണയുടെ കോച്ച് ഹാൻസി ഫ്ലിക്ക് പ്രോപ്പറായിട്ട് ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് നോക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ബാഴ്സലോണയിൽ. കുറച്ചിപ്പോൾ ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കഴിഞ്ഞു. അതിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള റാഷ്ഫോർഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ 14 നമ്പർ കൊടുത്തിട്ടുള്ളതാണ് വിക്ടർ ഗക്കാരിയസ്. അതായത് ആഴ്സണലിൻ്റെ പുതിയ സൈനിങ് ആണ് അദ്ദേഹം. അവർ പെർമനൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്പോർട്ടിംഗ് CP എന്ന് പറഞ്ഞ ക്ലബ്ബിൽ നിന്നാണ്. പോർച്ചുഗീസ് ലീഗിലുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്ലബ്ബാണ് സ്പോർട്ടിംഗ് CP എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്ത് ഒരു മാരക സ്ട്രൈക്കറാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിന് ഗോളുകൾ കൊണ്ടുവരാൻ നല്ലപോലെ കഴിയും. പക്ഷേ കുറച്ചും കൂടി ലെഫ്റ്റ് വിങ്ങിലോട്ട് ചാഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ് അദ്ദേഹം. പക്ഷേ ഈ ഒരു ആർട്ടിറ്റ, ആഴ്സണലിൻ്റെ കോച്ചായിട്ടുള്ള ആർട്ടിറ്റ, അദ്ദേഹം കുറച്ച് കഴിഞ്ഞ 2 സീസണിലായിട്ട് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിന് അദ്ദേഹം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനെ കിട്ടിയിട്ടില്ല. അതായത് ഒരു 30 അബവ് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹം പല സമയത്തും ഗബ്രിയേൽ ജീസസിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ മെറീനോനെ യൂസ് ചെയ്യാറുണ്ട് സ്ട്രൈക്കറായിട്ട്. പക്ഷേ മെറീനോ ചില സമയത്ത് ഫോൾസ് 9 അദ്ദേഹത്തെ യൂസ് ചെയ്യാറുണ്ട് മെറീനോനൊക്കെ. പക്ഷേ ഇവരെല്ലാവരും ഒരു 20 താഴെ ഗോൾ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള പ്ലേയേഴ്സാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടതൊരു 30 ഗോളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് വിക്ടർ ഗക്കാരിയസിനെ പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടിയത്. വിക്ടർ ഗക്കാരിയസിനും അദ്ദേഹം ഈ കഴിഞ്ഞ സീസണോട് കൂടി സ്പോർട്ടിംഗ് CPയോട് പറഞ്ഞു, എനിക്കിനി ഈ ക്ലബ്ബിൽ തുടരേണ്ട, സെറ്റ് ലീവാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രയോറിറ്റി ആഴ്സണൽ തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആഴ്സണലിലോട്ട് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന് കൊടുത്ത നമ്പറും 14 ആണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ആഴ്സണൽ അത്യാവശ്യം എന്താ പറയുക, ഒരു കപ്പുകൾ കുറവാണെങ്കിലും ഇനി വരാൻ പോകുന്ന സീസൺ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിക്ടർ ഗക്കാരിയസ് വന്നതോടുകൂടി അദ്ദേഹം സ്പോർട്ടിംഗ് CPയിൽ 39 ലീഗുകളൊക്കെ അടിച്ചിട്ടുണ്ട്. എംബാപ്പയ്ക്ക് 31 എംബാപ്പയാണ് കഴിഞ്ഞ സീസണിലെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് വിന്നർ. ഓക്കെ, പക്ഷേ സ്പോർട്ടിംഗ് CP ടോപ്പ് 5 ലീഗിൽ അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പോയിന്റ്സ് കുറവ്. അതായത് 58.5 പോയിന്റ്സ് കണ്ടായിട്ടാണ് വിക്ടർ ഗക്കാരിയസിനുള്ളത്. കെലിൻ എംബാപ്പയ്ക്ക് 60 ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കെലിൻ എംബാപ്പെ ആക്ച്വലി 31 ഗോളേ ലീഗിൽ സ്കോർ ചെയ്തിട്ടുള്ളൂ. വിക്ടർ ഗക്കാരിയസ് 39 സ്കോർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് 5 ലീഗിൽ അല്ലാത്തത് കൊണ്ടാണ് വിക്ടർ ഗക്കാരിയസ് ആ ഒരു ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്യാതിരുന്നത്. ചിലപ്പോൾ ഇനി മേ ബി ആഴ്സണലിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തുകൊണ്ടേയിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വിക്ടർ ഗക്കാരിയസ് ആണ് ഒരു നമ്പർ 14 രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്. മൂന്നാമത് ലൂയിസ് ഡയസ് കഴിഞ്ഞ സീസൺ വരെ ലിവർപൂളിൽ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ 75 മില്യൺ യൂറോ കൊടുത്തിട്ട് ബയേൺ മ്യൂണിക്ക് മേടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ലെഫ്റ്റ്. അവർക്ക് ഇപ്പോൾ ലിയോറി സാനെ അവർ പോയിട്ടുണ്ട്. ലിയോറി സാനെ ഗാലറ്റാസറി പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫറായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഒഴിവിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ലൂയിസ് ഡയസിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ലൂയിസ് ഡയസ് എന്ന് പറയുന്നത് ലിവർപൂളിൽ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം എന്തിനാണ് ലിവർപൂൾ വിട്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും അദ്ദേഹം വേറൊരു ചാപ്റ്ററിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും കൊടുത്തത് നമ്പർ 14 ആണ്. കഴിഞ്ഞ സീസണിൽ 17 ഗോളും
11 അസിസ്റ്റൊക്കെ ആയിട്ട് ലിവർപൂളിന് വേണ്ടി അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വളരെ നല്ലൊരു പ്ലെയർ. ഈ അടുത്ത് അർജൻറ്റീനക്കെതിരെ കൊളംബിയ വേഴ്സസ് അർജൻറ്റീന മാച്ചിൽ അർജൻറ്റീനക്കെതിരെ ഒരു കിട്ടിലൻ ഇൻഡിവിജ്വൽ എന്താ പറയുക സോളോ ഗോൾഡ് എന്നൊരു കിട്ടിലൻ ഗോളടി ആ കളി കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പെട്ടെന്ന് പോയി അടുത്തൊരു ലൂയിസ് ഡയസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗോളാണ് ഓർമ്മ വരുന്നത്. പിന്നെ കഴിഞ്ഞ കോപ്പ അമേരിക്ക അല്ല അതിന് മുമ്പത്തെ കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെതിരെ ഒരു കിടിലം ബൈസിക്കിൾ ഗോൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള നമ്മൾ അദ്ദേഹം ചിലപ്പോൾ മേ ബി 20 താഴേക്ക് ആയിരിക്കും ഗോൾ സ്കോർ ചെയ്യുന്നത്. പക്ഷേ ആ ഗോളുകളൊക്കെ ഭയങ്കര എന്താ പറയുക ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിടിലം ഗോളുകളായിരിക്കും ലൂയിസ് ഡയസിൻ്റെ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്വാളിറ്റി പ്ലെയറാണ് അദ്ദേഹം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്തായാലും അദ്ദേഹം എന്താ ബയൺ മ്യൂണിക്കിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതിയൊരു ചാപ്റ്ററിലോട്ട് അദ്ദേഹത്തെ ബാഴ്സലോണയും ട്രൈ ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, ബാഴ്സലോണ 60 മില്യൺ യൂറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൂയിസ് ഡയസിനെ മേടിക്കാൻ റെഡി ആയിരുന്നു. അവർക്ക് ബാഴ്സലോണയ്ക്ക് പിന്നെ ഓൾറെഡി നിക്കോ വില്യംസ്, പിന്നെ ലൂയിസ് ഡയസ്, മൂന്നാമതാണ് പിന്നെ അവർ ഈ മാർക്കസ് റാഷ്ഫോർഡിനെ അവർ ലോണിലെടുത്തത്. പക്ഷേ റാഷ്ഫോർഡിൽ യോഹാൻ ലപ്പോർട്ട ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. സോ അങ്ങനെ ഈ ഒരു 3 ആൾക്കാരാണ് 14 നമ്പർ കൊടുത്തത്. ഫസ്റ്റ് മാർക്കസ് റാഷ്ഫോർഡും പിന്നെ ആഴ്സണലിലെ വിക്ടർ കാരിയസും പിന്നെ അതുപോലെ ലൂയിസ് ഡയസും. ഇവർക്ക് 3 പേർക്കും 14 നമ്പറാണ് കൊടുത്തത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച്.